നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. അൽ നസർ ഇന്ന് കളിക്കാനിറങ്ങുന്നു. റിയാദ് ഡെർബിയാണ്. അൽ റിയാദുമായിട്ടാണ് മത്സരം. രാത്രി ഇന്ത്യൻ സമയം 10:30 പ്രിൻസ് ഫൈസൽ ബിൻ ഫഹദ് സ്റ്റേഡിയത്തിൽ കളി നടക്കുന്നു. നമുക്കറിയാവുന്ന പോലെ അൽ നസർ ഇപ്പോൾ മോശമല്ലാത്ത രൂപത്തിലേക്ക് മടങ്ങിയെത്തുന്നു എന്നൊരു സൂചന ആരാധകർക്കിട്ട് അത് തുടരുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. 9 കളികളിൽ നിന്ന് 19 പോയിൻ്റാണ് അൽ നസറിനുള്ളത്. സൗദി അറേബ്യൻ പ്രോ ലീഗിൽ അവർ 9ാം സ്ഥാനത്താണ്. അൽ ഇത്തിഹാദാണ് നിലവിൽ ഒന്നാമത്. 10 കളികൾ 27 പോയിൻറ്റ്. 9 കളികളിൽ നിന്ന് 25 പോയിൻ്റുള്ള അൽ ഹിലാൽ രണ്ടാമത്. അൽ നസറിന് നിന്ന് വിജയിക്കാൻ കഴിഞ്ഞാൽ 3ാം സ്ഥാനത്തേക്ക് എത്താൻ പറ്റും. അൽ ഷബാബിനെ മറികടക്കാൻ പറ്റും. അത് സാധിക്കുമെന്നുള്ളതാണ് അറിയേണ്ടത്. അൽ റിയാദ് പക്ഷേ അത്ര മോശം എതിരാളികളല്ല. നിലവിൽ 6ാം സ്ഥാനത്ത് നിൽക്കുന്ന നല്ല രൂപത്തിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ടീമാണ് അൽ റിയാദ്. 9 കളികളിൽ നിന്ന് 4 വിജയം, 2 സമനില, 3 തോൽവി, 14 പോയിൻ്റ് അവർക്കുണ്ട്. അപ്പോൾ ഇന്നത്തെ കളിയിൽ മികച്ച പ്രകടനം നടത്തിയേ പറ്റൂ. അതിന് സാധിക്കുമോ സ്റ്റെഫാനോ പിയോളിയുടെ കുട്ടികൾക്ക് എന്നാണ് അറിയേണ്ടത്. ഇന്നത്തെ മത്സരത്തിൽ ആരൊക്കെയായിരിക്കും അൽ നസറിൻ്റെ ആദ്യ 11 എന്നുള്ളതിന് സൗദി അറേബ്യയിൽ നിന്നുള്ള സോഴ്സുകൾ നൽകുന്ന സൂചന എങ്ങനെയാണ്? ഗോൾ കീപ്പറായിട്ട് ബെൻഡോ, ഡിഫൻസിൽ ലാപ്പോട്ടും സിമാക്കനൊക്കെ അൽ ഹിലാലിനെതിരെയൊക്കെയുള്ള കളിയിൽ കിടലൻ പെർഫോമൻസാണ് നടത്തിയത്. സോ ലാപ്പോട്ടും സിമാക്കനും ചേർന്നുകൊണ്ട് സെൻറ്റർ ബാക്കുമാരുടെ റോളിൽ ബൗഷലും സുൽത്താനും ഇരു പാർശ്വങ്ങളിലായിട്ടുണ്ടാകും. മധ്യനിരയിൽ അൽ ഖൈബരി, ഒറ്റാവിയോ, ബ്രസോവിച്ച് എന്നിവരെ പ്രതീക്ഷിക്കുമ്പോൾ മുന്നേറ്റത്തിൽ മാനെ, ക്രിസ്ത്യാനോ റൊണാൾഡോ, ആൻഡേഴ്സൺ ടാലിസ്ക എന്നീ താരങ്ങളെ കളിപ്പിക്കുമെന്നാണ് നമ്മൾ കരുതുന്നത്. നിലവിൽ നമുക്കറിയാം സൗദി പ്രോ ലീഗിലെ ഗോളടിയിൽ CR7 അല്ല ഒന്നാമത്. പോയ സീസണിൽ അദ്ദേഹത്തിനായിരുന്നു ആ ഒരു ഗോൾഡൻ ബൂട്ടിൽ ലഭിച്ചതെങ്കിൽ ഇത്തവണ നിലവിൽ 1ാം സ്ഥാനത്ത് അലക്സാണ്ടർ മിട്രോവിച്ചാണ്. 10 ഗോളുകളുമായിട്ട് അദ്ദേഹം ഒന്നാമത് നിൽക്കുന്നു. ബെൻസിമ 8 ഗോളുകളുമായിട്ട് രണ്ടാമത് നിൽക്കുമ്പോൾ CR7ഉം ആൻഡേഴ്സൺ ടാലിസ്കയും 6 ഗോളുകൾ വീതം നേടിക്കൊണ്ട് 3ാം സ്ഥാനത്തുണ്ട്. CR7ൻ്റെ ഭാഗത്തു നിന്നൊരു ഗോളടി മേളം ആരാധകർ പ്രതീക്ഷിക്കുന്നു. അദ്ദേഹം മുന്നോട്ട് പോകുന്നത് കാണാനാണ് അവർ ആഗ്രഹിക്കുന്നത്. ഇന്നത് സംഭവിക്കുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി കാത്തിരിപ്പാണ് അവർ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.